Good afternoon. Good afternoon. Good afternoon. Good afternoon, Sumit. Sumit മാത്രം good afternoon പറയാനുള്ളൂ. Yes. നൈസ് ആയിട്ടൊന്ന് നമ്മുടെ ക്ലാസ് റൂം മാറിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. ക്ലാസ് ഒന്ന് പെട്ടെന്നേ ബാച്ച് മാറിപ്പോയി. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓണാക്കട്ടെ. Presentation, all right. Good afternoon once again. നമുക്ക് തുടങ്ങാം. Good afternoon. ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് വന്നു. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയോ? നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയോ? ഓക്കെ, ഓരോ സെക്ഷൻസ് ആണ്. നിങ്ങൾ ആ സെക്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതല്ലെങ്കിൽ ഞാൻ പറയും ഏതാണ് മാർക്ക് ചെയ്യേണ്ട സെന്റൻസ്. Okay, so in the last class we were discussing about the statutory provisions relating to employee safety. Employee safety sections ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? എംപ്ലോയി സേഫ്റ്റി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ നോക്കട്ടെ, ഒന്ന് എന്താ പറയാ കൺഫേം ചെയ്യും. അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അല്ലേ? ഐ തിങ്ക് 1-2 പോയിന്റ്സ് പറഞ്ഞു. 1-2, അതായത് സെക്ഷൻ 21 സെക്ഷൻ 22 നമ്മൾ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി സേഫ്റ്റി അണ്ടർ ഫാക്ടറീസ് ആക്ട് 1948. നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം എംപ്ലോയിയുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഫാക്ടറീസും എടുക്കേണ്ട ചില മുൻകരുതലുകൾ, അത് ഇങ്ങനെയൊക്കെ ചെയ്യണം. അതായത് നമുക്കറിയാം, ഇത് ഫാക്ടറീസ് ആക്ട് എന്ന് പറയാൻ കാരണം ഫാക്ടറീസിലാണ് കൂടുതലും പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നത്. ഈ പ്രൊഡക്ഷൻ പ്രോസസ് കൂടുതൽ നടക്കുന്ന സ്ഥലത്താണ് ഹ്യൂജ് മെഷീനറീസ് ഉപയോഗിക്കുന്നത്. വലിയ വലിയ മെഷീനറീസ്, ഒരുപാട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് ഫാക്ടറീസിലാണ്. അതുകൊണ്ടാണ്. അപ്പൊ അവിടെ അങ്ങനെ ഉള്ള സ്ഥലങ്ങളില് എന്താ പറയാ ഹസാർഡ്സ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത, അപകട സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അത്തരം അപകടങ്ങൾ, ആക്സിഡന്റ്സ്, ഹസാർഡ്സ് ഒക്കെ എന്താ പറയാ ഒരു പരിധി വരെ കുറയ്ക്കാൻ, അതിനെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനോ പ്രിവെന്റ് ചെയ്യാനോ ഒക്കെ എടുക്കേണ്ട ചില നടപടികളാണ് ഈ ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 21 മുതൽ സെക്ഷൻ 40 വരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സെക്ഷൻ 21 റിലേറ്റിംഗ് ടു ദ ഫെൻസിംഗ് ഓഫ് മെഷീനറി. Some machineries have to be fenced to protect others or working workers. അത് ജോലി ചെയ്യുന്നവരെ, ജോലിക്കാരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മെഷീനറീസ് എന്ത് ചെയ്യണം, ഫെൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിന്റെ ചുറ്റും ഇങ്ങനെ എന്തെങ്കിലും വെച്ച് പ്രൊട്ടക്ട് ചെയ്യണം. അതിന്റെ അടുത്തേക്കൊക്കെ ചെന്ന് അതിലേക്ക് എന്താ പറയാ അതും അതിന്റെ ഏതെങ്കിലും ഒരു പാർട്സുമായിട്ടൊക്കെ പിടിച്ചു വലിച്ചൊക്കെ അതിനകത്തേക്ക് പുള്ളി ചെയ്ത് നമ്മൾ ഇടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകാം. ലൈക്ക് ഈ പുള്ളീസ് ഒക്കെ ഘടിപ്പിച്ചിരിക്കുന്ന, പുള്ളീസ് മീൻസ് ഇങ്ങനെ കാണുന്ന സാധനം, വെള്ളം വരുന്ന പുള്ളി കണ്ടിരുന്നല്ലോ അല്ലെ? വെള്ളം പട്ടൊക്കെ കിണറൊക്കെ ആയിരുന്നല്ലോ നമുക്ക് ചില വീടുകളിലൊക്കെ കാണുന്നുള്ളൂ. അതൊന്നും ഇങ്ങനെ വലിച്ചു പോകണം. അപ്പൊ ഇങ്ങനെ പോരുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എന്താ പറയാ ക്രോസ് ആയിട്ടും
രണ്ട് പാരലായിട്ട് കിണറിന്റെ അപ്പുറത്ത് വടി വെച്ചിട്ട് അതിന് ക്രോസ് ആയിട്ട് ഹൊറിസോണ്ടലായിട്ടൊരു എന്താ പറയാ തടിയോ മരോ എന്തെങ്കിലും പിടിച്ച് അതിലൊരു പുള്ളി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് അതിൽ കൂടി കുറച്ചുകൂടി ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്കാണ്, ജോലി ഭാരം കുറയ്ക്കാൻ. അപ്പൊ അതുപോലെ നമ്മളുടെ പല ജോലി ഭാരമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ ഉപയോഗിക്കും. ഈ മെഷീൻസിനെയും ചില ഇതൊക്കെ പാർട്സ് ഒക്കെ ഇങ്ങനെ ഈ പുള്ളീസുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ബാൻഡ് വെച്ചിട്ടായിരിക്കും. ഈ ബാൻഡിന്റെ അടുത്ത് കൂടെയൊക്കെ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മളുടെ ഉടുപ്പിലോ എവിടെയെങ്കിലുമൊക്കെ കുളത്തി പിടിച്ച് ഇതിലേക്കൊക്കെ നമ്മളെ പുള്ള് ചെയ്ത് അതിന് ആ മെഷീനറി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത്തരം റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഇത്തരം മോട്ടോഴ്സോ അല്ലെങ്കിൽ മെഷീനറീസിന്റെ പാർട്സോ ഒക്കെ എന്താ പറയാ നമ്മൾ അതൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഫെൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ കറങ്ങുന്ന വീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ. അതാണ് സെക്ഷൻ 21. സെക്ഷൻ 22 നമ്മൾ പറഞ്ഞു വർക്ക് ഓൺ നിയർ മെഷീനറി ഇൻ മോഷൻ. അതായത് എന്താ പറയാ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻസിന്റെ അടുത്ത് അത് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് മൂവിങ് കണ്ടീഷൻ ആണോ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അത് ഒക്കെ ചെയ്യുന്നത് ഓൺലി ആൻഡ് എക്സ്പേർട്ട് വർക്കർ. ഇതിലൊക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോലിക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ അടുത്തൊക്കെ പോയി ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ ഇതിന്റെ ഗിയറൊക്കെ മാറ്റിയിടാനോ മൂവ് ചെയ്യിപ്പിക്കാനോ ഒക്കെ പാടുള്ളൂ. അറിയില്ലാത്ത ആൾക്കാര് അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ജോലിക്ക് വരുന്നത് വിത്തൗട്ട് ടേക്കിംഗ് എനി പ്രിക്കോഷണറി മെഷേഴ്സ്, അതായത് നമ്മുടെ മുൻകരുതലുകളൊന്നും സ്വീകരിക്കാതെ ഇതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, അതൊക്കെ വേണ്ടാത്തവർക്കൊക്കെ കയറി പിടിച്ച് അതിനെയൊക്കെ തിരിക്കോ മറിക്കോ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴും അതൊക്കെ ഭയങ്കര അപകടം നിറഞ്ഞ കാര്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സ്പേർട്സിനെ കൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യിക്കാന്ന് പറയുന്നത്. ആൻഡ് സ്പെഷ്യലി എടുത്തു പറയുന്ന കാര്യം ചിൽഡ്രൻ ആൻഡ് വുമൻ, അതായത് സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും ആർ നോട്ട് allowed to move or go near this machines or clean it, lubricate it, adjust any parts. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടികളും എന്താ പറയാ സ്ത്രീകളും ഒന്നും ഇതിന്റെ അടുത്ത് ചെന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും പാർട്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കുന്ന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എംപ്ലോയർ ആരാണോ ആ ഫാക്ടറിയുടെ ഉടമസ്ഥര് അതൊക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യിപ്പിക്കണം. എന്തെങ്കിലും കാരണവശാൽ അപകടങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ആരിലേക്ക് വരുള്ളൂ, തീർച്ചയായിട്ടും അത് എംപ്ലോയറിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നാണ് പറയാ. പറഞ്ഞതാണല്ലോ അത്രയും ആ രണ്ടെണ്ണം പോയിന്റ് പറഞ്ഞതല്ലേ, സെക്ഷൻ 21 സെക്ഷൻ 22. ഈ സെക്ഷൻ 22 ചിൽഡ്രൻ ആൻഡ് വുമൻ ആർ നോട്ട് പെർമിറ്റഡ് ടു lubricate, clean or adjust any part of the moving transmission machinery or prime over. പ്രൈം ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഷീനറിനെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാർട്ട് ഓഫ് ദ മെഷീനറിയുടെ എന്തെങ്കിലും ഒരു പാർട്ടായിരിക്കും. ചിലപ്പോൾ ഇല്ലേ ചില ഗിയറുമൊക്കെ പിടിച്ചിട്ട് നന്നായി കറക്കി കൊടുക്കേണ്ടി വരും. നന്നായി കറക്കി കൊടുത്താലേ അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ പ്രൈം മൂവർ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? പറയും. ഇന്നലെ അവധി കഴിഞ്ഞ് വന്നിട്ട് മിണ്ടലെല്ലാരും ഇന്നത്തെ ഹോളിഡേയില് മുങ്ങിപ്പോയാ അത്രേ ഉള്ളൂ. അപ്പൊ 22 ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കിട്ടാ. അത് നമുക്ക് എക്സാംസിന് ചോദിക്കുന്നതാണ്. ചിൽഡ്രൻ ആൻഡ് വുമൻ ആർ നോട്ട് പെർമിറ്റഡ് ടു lubricate, clean or adjust any part of the machinery or prime mover. ഈ പ്രൈം മൂവർ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അത് പിടിച്ച് തിരിക്കോ ഒന്നും അറിയാൻ പാടാത്ത ആൾക്കാരും സ്ത്രീകള് പ്രത്യേകിച്ച് കുട്ടികളും പോകാൻ പാടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സെക്ഷൻ 23 ആണ്. അടുത്തത് സെക്ഷൻ 23 എന്താ പറഞ്ഞേക്കും നമുക്ക് നോക്കാം. എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീനറി. ഓക്കെ, നമ്മൾ ഇതന്നെ എടുത്തോണ്ടിരിക്കുന്നേ, വേറെ ഒന്നല്ലല്ലോ. ഞാൻ കറക്റ്റ് പാത്തിലാണോ ഒന്ന് പറയോ? വേറെ ശരി, ഓക്കെ. എനിക്ക് അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇത് ഇവിടെ വരെ എത്തിയില്ലേ, ഇത് മുമ്പാണോ എടുക്കണ്ടേ എന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചേട്ടോ. യെസ്, എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീനറീസ്, അതായത് വളരെ അപകടം നിറഞ്ഞ അപകട സാധ്യതകൾ കൂടുതലുള്ള മെഷീനറീസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ യങ് പേഴ്സൺസ് ആർ നോട്ട് പെർമിറ്റഡ് ടു വർക്ക് സച്ച് മെഷീനറി. അത്തരം മെഷീനറീസ് വർക്ക് ചെയ്യിപ്പിക്കാൻ യുവാക്കന്മാർ യുവതികളൊന്നും പാടില്ല. ബിക്കോസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ എക്സ്പേർട്സ് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടവരാണ്. പക്ഷെ ഏതെങ്കിലും ഒരു എക്സ്പേർട്സിന്റെ ഗൈഡൻസിൽ വേണമെങ്കിൽ ചെയ്യാം. അവരിങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് നമ്മൾക്ക് പറഞ്ഞു തന്നു. പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞു തന്നിട്ടല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നമ്മളത് നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒറ്റയ്ക്കൊക്കെ അവരെ കൂടി ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അല്ലാതെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അണ്ടർ ദ ഗൈഡൻസ് ഓഫ് സം എക്സ്പേർട്സിന്റെ ആ ഒരു ഗൈഡൻസിൽ മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യുക. അല്ലാതെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരം മെഷീൻസിൽ യങ് പീപ്പിളിനെ
എന്താ പറയാ ഹാൻഡിൽ ചെയ്യിക്കാനായിട്ട് വിടരുത് എന്നാണ് പറയുന്നത്. ഇനി മാത്രമല്ല വൈൽ വർക്കിംഗ് ഓൺ സച്ച് മെഷീനറീസ്, ഇത്തരം മെഷീനറീസിൽ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ ദേ ഷുഡ് ബി വെൽ ട്രെയിൻഡ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഗൈഡൻസ് ഒക്കെ നന്നായി കൊടുക്കുക. ആൻഡ് ഓൾസോ സൂപ്പർവിഷൻ, നമ്മൾ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അത് സൂപ്പർവൈസ് ചെയ്യുക. അവരത് കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം. ഞാൻ ഏതെങ്കിലും ഒരു മെഷീനറീനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു, ആദ്യമായിട്ട് വന്നിട്ട് കണ്ട മാത്രയില് ആ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ നമ്മൾ ഒരു ഇതുണ്ടാവൂലേ ആകാംക്ഷയൊക്കെ അതന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിപ്പിക്കാം. പക്ഷെ അതൊക്കെ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അതിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അത്തരം എക്സ്പേർട്സ് മാറാൻ പാടുള്ളൂ. അവര് ഒറ്റയ്ക്ക് ചെയ്യും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെയുള്ള ചില മെഷീനറീസിനെ ഇന്ന മെഷീൻസിൽ യങ്സ്റ്റേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ചില മെഷീൻസ്. This type of machines are not to be operated by youngsters. യുവതികൾ ഒന്നും ഇത്തരം മെഷീൻസ് ഉപയോഗിക്കാൻ പാടില്ല, ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രം അങ്ങനെ എന്താ പറയാ ഇങ്ങനെ എക്സെപ്ഷണൽ കേസസ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലാത്തതൊക്കെ ഓക്കെ, അത് എടുത്തു പറഞ്ഞിരിക്കുക കാര്യമാണ് കേട്ടോ. സെക്ഷൻ 23 യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില അപകടകരമായിട്ടുള്ള മെഷീൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീൻസ്. ക്ലിയർ ആയോ? മൂന്നാമത്തെ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ പറയുക, അതല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. അവിടെയും നമുക്ക് ആ ലാസ്റ്റ് സെന്റൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. The state government have the power to differentiate such machines on which youngsters are not permitted to work. State government പറയണം ഇങ്ങനെ ഇന്ന മെഷീൻസിൽ യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഇതിൽ അലൗഡ് അല്ല നിങ്ങൾക്ക് ജോലി ചെയ്യാനെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞേക്കണം. അത് ആ മെഷീൻസ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം എന്നാണ്. അത് പറയാനുള്ള അധികാരം അവർക്കുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞേക്കാണ് ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്ന ഫാക്ടറിയിലെ ഇന്ന മെഷീൻസ് പ്രവർത്തിപ്പിക്കാൻ യങ്സ്റ്റേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, അത് വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ മാത്രം ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെ ആരെയും പണിയിപ്പിക്കരുത്. അത്തരം ആൾക്കാരെ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ഒന്നും പണിയിപ്പിക്കരുത്. ഇനി അതൊന്നും അറിയാണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ വരുമ്പോഴാണ് പിന്നെ അത് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ കുറ്റമൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫൈനും ഇംപ്രിസൺമെന്റും അല്ലെങ്കിൽ രണ്ടും ഒക്കെ അനുഭവിക്കേണ്ടി വരും. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളത് കണ്ടില്ല, നമ്മളൊക്കെ ചില നിയമങ്ങളൊക്കെ പാലിക്കാതെ നടക്കാറുണ്ട് അല്ലെ ചിലപ്പോഴൊക്കെ ഇല്ലേ. അതിന് ഏറ്റവും നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോ ഇവിടെ വരെ പോകാനല്ലേ ഉള്ളൂ, ഹെൽമെറ്റ് എന്തിനാ വെക്കണേ എന്ന് വയ്ക്കും. ചിലപ്പോ നമ്മളെ വീണ്ടും കഴിച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോ പോലീസ് അങ്ങനത്തെ ഒരുപാട് കേസസ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയുള്ളൂ, അപ്പോഴേക്കും അയ്യോ സാറേ ഞാൻ ഇവിടെ വരെ പോയുള്ളൂ, എനിക്ക് ഇവിടെ വരെ അതേ ഇവിടെ തൊട്ടടുത്ത് അതുവരേക്കൊന്നും പോകില്ല ഒന്നും പറഞ്ഞത് കാര്യമില്ല. അന്നേരം ഫൈൻ കൊടുക്കണം നിർബന്ധമാണ് അല്ലെ. കാരണം എന്താ, ഇറ്റ്സ് നോട്ട് അലൗഡ്. അത് റൂളാണ്, നിയമമാണ്. ആ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അതൊരു ഫൈൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഇതുപോലുള്ള ഫാക്ടറീസിൽ ഏതെങ്കിലും മെഷീൻസ് ഇതില് യങ്സ്റ്റേഴ്സിനെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല, കുട്ടികള് സ്ത്രീകളൊക്കെ ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ എഴുതി വെച്ചിരിക്കെ ഫാക്ടറീസ് ആക്ട് 1948 അങ്ങനെ ഒരു റൂൾസ് കൊണ്ടുവന്നിരിക്കെ ഇനി ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ചെയ്താൽ അതിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങൾ വന്നാൽ കണ്ടീഷണൽ ക്ലോസ് ആണ്. അങ്ങനെ വന്നാലാണ്, അല്ലാണ്ട് എല്ലാ ദിവസവും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധികളോ ആരെങ്കിലും വന്നിട്ട് ഇവിടെയൊക്കെ കുട്ടികളും എന്താ പറയാ സ്ത്രീകളൊക്കെ ഇതിലൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ടോ, യങ്സ്റ്റേഴ്സ് ഈ മെഷീൻസ് ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കൊന്നുമില്ല അവര്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോഴാണ് ആ ആൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു വളരെ സീരിയസ് ആയിട്ടുള്ള ഈവൻ ഡെത്ത് മേ കോസ്റ്റ് അല്ലെ, മരണം വരെ സംഭവിച്ചാലാണ് പ്രശ്നം എന്താ പറയാ കുറച്ച് വഷളാക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ ലാസ്റ്റ് സെന്റൻസ്? സെക്ഷൻ 23 ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? സെക്ഷൻ 24 ആണ് അടുത്തത്. ഓക്കെ, സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ. ഇനി സ്ട്രൈക്കിംഗ് ഗിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില മെഷീൻസ് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചില എന്താ പറയാ ടൂൾസ് ഉണ്ട്, മെക്കാനിക്കൽ ടൂൾസ്, ഇതുപോലെ ഗിയറുകളൊക്കെ പോലത്തെ. ഇപ്പൊ ചിലപ്പോ ചില ബെൽറ്റ് ഒക്കെ മൂവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു എണ്ണത്തിനെ മറ്റൊരു പാർട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില ബെൽറ്റുകൾ ഉണ്ടാവും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അത്തരം ബെൽറ്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെക്കാനിക്കൽ ടൂൾസ് അങ്ങനെയുള്ളത്, പിന്നെ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന ചില ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് എന്താ പറയാ ഒരു പവറൊക്കെ ഉണ്ട്, ഭയങ്കര പവർ ഉണ്ട്. ഇത്ര പവർഫുൾ ആ ഒരു മൂഡിലായിരിക്കും ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെയൊക്കെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇത്തരം ആ പവറിനെ ഒന്ന് ചുരുക്കണം, അത് കട്ട് ഓഫ് ആക്കണം എന്നുള്ളതിനെ ആണെങ്കിൽ അതിനൊക്കെ
ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഓൺ ഓഫ് മോഡൊക്കെ നോക്കി ആക്സിഡന്റലി ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള പ്രോപ്പർ അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ്. മനസ്സിലായ എല്ലാ അറേഞ്ച്മെന്റുകളും ആ ഒരു മെഷീനിൽ ചെയ്തിരിക്കണം. ചിലപ്പോ ഇൻ കേസ് സച്ച് മെഷീനറീസ് ആർ ഇൻ ഓപ്പറേഷൻ കണ്ടീഷൻ, അതായത് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻസിലാണെങ്കിൽ അത് ഓൺ ആണ്, അതിലടുത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെയുള്ള ചില എന്താ പറയാ നോട്ടീസോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആളുകൾക്ക് വാർണിംഗ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. സേഫ് ആയിട്ടുള്ളതാണ്, സേഫ് ഉള്ള സ്ഥലത്ത് ഒക്കെയാണ് ഇത് വെക്കേണ്ടത് ഇത്തരം മെഷീൻസ്. അതുപോലെ തന്നെ ബൈ മിസ്റ്റേക്ക് തെറ്റായ രീതിയിൽ ഇതിങ്ങനെ വെറുതെ കെയർലെസ് ആയിട്ടൊക്കെ ഓപ്പൺ ആക്കിയിട്ടുകൊണ്ടൊക്കെ പോയിട്ട് ആൾക്കാരെ ഇതിന്റെ പരിസരത്തൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് പ്രിക്കോഷൻസ് അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് എല്ലാ മെഷീൻസിലും. മനസ്സിലായോ? ഇങ്ങനെ ഈ ബെൽറ്റ് ഒക്കെ വെച്ച് മൂവ് ചെയ്യുന്ന മെഷീൻസ്, കട്ട് ഓഫ് ഉള്ള മെഷീൻസ്, പവർ കട്ട് പവറിനെ മൊത്തത്തിൽ കട്ട് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഉണ്ടാവും, മെക്കാനിക്കൽ ടൂൾസ് ഉണ്ടാവും. അത് ഓൺ ഓഫ് കണ്ടീഷൻസ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ വാൺ ചെയ്യുക അതുള്ളത്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഏത് സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ. മനസ്സിലായോ? കട്ടിംഗ് ഓഫ് പവറിന്റേതാണ് സെക്ഷൻ 24. മനസ്സിലായ? അപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ വർക്കേഴ്സ് ഹാവ് ടു മേക്ക് സം സക്സസ്ഫുൾ പ്രിവെന്റീവ് മെഷേഴ്സ്. നല്ല വിജയകരമായ രീതിയിൽ അത് പൂർത്തിയാക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ചില മെഷീൻസോ ചില പ്രിക്കോഷൻസോ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും. അല്ലാതെ ഓടി അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ പാടില്ല. ക്ലിയർ ആയോ? അറിഞ്ഞാൽ മതി. ഇത് അതിനകത്ത് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. സെക്ഷൻ 24 സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് കട്ടിംഗ് ഓഫ് പവർ ആണ്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് സെൽഫ് ആക്ടിംഗ് മെഷീൻസ് ആണ് സെക്ഷൻ 25. സെൽഫ് ആക്ടിംഗ് മെഷീൻസ്, സ്വയം പ്രവർത്തിക്കുന്ന ചില യന്ത്രങ്ങൾ ഉണ്ടാകും. സ്വയം പ്രവർത്തിക്കുന്ന ചില യന്ത്രങ്ങൾ ഫാക്ടറീസിലുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള മെഷീനറീസ് അത് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അകത്തേക്ക് പുറത്തേക്ക് നീങ്ങും. ഇങ്ങനെയൊക്കെ നീങ്ങണുണ്ടല്ലേ ചില മെഷീൻസ്. പക്ഷെ അങ്ങനെ നീങ്ങുന്ന മെഷീൻസ് ആണെങ്കിലും അത് എന്താ പറയാ ഇപ്പൊ അതിന്റെ ഇടയില് ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട് ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു മെഷീൻസ് ഇന്ന് പ്രവർത്തിക്കുകയാണ്. ഈ മെഷീന്റെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നീങ്ങുക എപ്പോഴും ആ ഒരു ഇന്റർവെല്ലില് ഓരോ പ്രത്യേക ഇന്റർവെൽ ഇടവേളകളിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്മൂവബിൾ ദാറ്റ് മീൻസ് സ്റ്റേഷനറി ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട് എന്ന് വെച്ചാൽ അനങ്ങാതിരിക്കുന്ന എന്തെങ്കിലും മെഷീൻസ് അത് വെക്കുമ്പോ സ്ഥാപിക്കുമ്പോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആകാം, എന്തെങ്കിലും മെഷീൻസ് തന്നെ ആകാം, അങ്ങനെ സ്ഥാപിക്കുമ്പോൾ അത് ഏകദേശം ഒരു 18 ഇഞ്ച് ഗ്യാപ്പിൽ വേണമെന്ന് ഇത്തരം മെഷീൻസ് അല്ലെങ്കിൽ ഇത്തരം ഇമൂവബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഒന്ന് സ്ഥാപിക്കാനായിട്ട്. അല്ലാതെ ഇതിന്റെ നേരെ അടുത്തൊന്നും കൊണ്ടൊന്നും വെക്കാൻ പാടില്ല. ഒരു 10-18 ഇഞ്ച് എന്ത് ചെയ്യണം, ഗ്യാപ്പ് ഇടണം. എന്നിട്ട് വേണം അത് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വെക്കാനായിട്ട്. കാരണം ഇതൊക്കെ ചിലപ്പോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല ഷെയ്ക്ക് ചെയ്ത് ഇതുമേലേക്കൊക്കെ വല്ല വീഴാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഒരു റണ്ണിങ് മെഷീന് ഒരു എന്താ പറയാ ആഡക്വേറ്റ് സ്പേസ് ഷുഡ് ബി പ്രൊവൈഡ്. ആവശ്യത്തിനൊരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ഇനി ഇത്തരം ആ ഒരു മെഷീൻസിന് അത്തരം ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കണം, എന്തെങ്കിലും സാധനം വെക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ സെക്ഷൻ 25 പറഞ്ഞേക്കുന്നത്. എന്ത് ഫാക്ടറി സെക്ഷൻ 1948. എന്നാൽ ഇതൊക്കെ നിലവില് ഇത്തരം ആക്ടില് പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ സെക്ഷൻ 48 വരുന്നതിന് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ചില ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ മുമ്പുള്ളവര്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അവിടുത്തെ ചീഫ് ഇൻസ്പെക്ടർ ഇത്തരം കാര്യങ്ങൾ അവിടെയുള്ള വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള അതിനുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. അല്ലെങ്കിൽ അത് ആ ഒരു ആക്ട് കൂടി അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അത് പാസ്സാക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത്തരം മെഷീൻസിന്റെ ഇടയിൽ ഇപ്പൊ ഒരു മെഷീൻ വെച്ചിരിക്കുന്നു, അതിന്റെ ഏതെങ്കിലും മൂവബിൾ പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേർട്സും ഔട്ട്വേർഡ്സും ഒക്കെ പോകുന്നുണ്ട്. അതിന് മുകളിൽ കൂടി താഴെ കൂടി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇങ്ങനെ കറങ്ങിയൊക്കെ വരുന്ന വേറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 10-18 ഇഞ്ച് അകലത്തിലായിരിക്കണം മറ്റേതെങ്കിലും സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്ട്സ് വെക്കാൻ പാടുള്ളൂ എന്നാണ്. മനസ്സിലായോ? ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും, അതിന് മുമ്പേ നിലവിലുള്ള ഫാക്ടറീസ് ആണെങ്കിൽ അവിടുത്തെ ചീഫ് ഇൻസ്പെക്ടർ ഇത്തരം കാര്യങ്ങൾ ആരെ അറിയിച്ചിരിക്കണം, അവിടുത്തെ വർക്കേഴ്സിനെ അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? സെൽഫ് ആക്ടിംഗ് മെഷീൻസ് ആണ് സെക്ഷൻ 25 പറയുന്നത്. സെൽഫ് ആക്ടിംഗ് മെഷീൻസ് ഒന്ന് വായിച്ചു നോക്കാമോ അത് ആ സെന്റൻസുകള്?
ഓക്കെ അല്ലേ? സെക്ഷൻ 25 കിട്ടിയോ? ഹലോ, യെസ്. അടുത്തത് സെക്ഷൻ 26 ആണ്. കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി. കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി ആണ്. അതായത് ഇപ്പൊ നമ്മളുടെ ഇത്തരം ഫാക്ടറികളൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പേ ഉള്ള ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവും സ്ഥാപിതം. അതായത് ഇത് ഇന്ന വർഷം എസ്റ്റാബ്ലിഷ് ചെയ്തു, ഈ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ഇന്ന വർഷമാണ്, ഒക്കെ അറിയാലോ. പക്ഷെ 1948 മുമ്പ് വന്നിരിക്കുന്ന, അതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള എന്താ പറയാ ഫാക്ടറീസിനൊന്നും ചിലപ്പോൾ ഈ നിയമങ്ങളൊന്നും ചിലപ്പോൾ അറിയില്ല. കാരണം അന്ന് ഈ ആക്ട് ഒന്നും പാസ്സാക്കിയിട്ടില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം, അത്തരം ആക്ടുകളൊക്കെ വന്നതിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫാക്ടറീസിനൊക്കെ തീർച്ചയായിട്ടും എല്ലാ ഫാക്ടറീസും അറിയണം. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മെഷീനറീസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനെല്ലാം അതിന്റെ എന്താ പറയാ ഓരോ പാർട്സ്, അതായത് സ്ക്രൂ, കീ, ബോൾട്ട്, അതിന്റെ റിവോൾവ് ചെയ്യുന്ന ഷാഫ്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പാർട്ട്, പിന്നെ വീൽസ്, അതുപോലെ തന്നെ എന്താ പറയാ കേടുപാടായത്, ഡിപ്രീസിയേറ്റഡ് ആയിട്ടുള്ളത്, ഇത് തേയ്മാനൊക്കെ വന്നുപോയ പാർട്സ്, അതെല്ലാം തന്നെ എല്ലാം ചിലതുമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തുരുമ്പൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ തൊട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ അത്തരം സാഹചര്യങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യാന്ന് അറിയാമോ, പ്രത്യേകം കൃത്യമായിട്ട് എല്ലാം കവർ ചെയ്ത് വേണം. അതാണ് കേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക. കവർ ഇട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, സേഫ് ഗാർഡ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തേക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇതിലൊക്കെ ചെന്ന് മുട്ടിയാലോ തട്ടിയാലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കേസ്ഡ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ വർക്ക്മാൻ അതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ കേസ്ഡ് ആണെന്ന്. ഇനി സെല്ലേഴ്സ് ഓൾസോ ഇതിനകത്ത് മറ്റു പങ്കുള്ളത് ആർക്കാന്ന് അറിയാം, ഇത് വിൽക്കുന്ന ആൾക്കാർ, ഇത്തരം മെഷീൻസ് വിൽക്കുന്നവരും അവർ ശ്രദ്ധിക്കണം. ഇതിന് പ്രോപ്പർ കവറിങ്സ്, കേസസ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം കേസസ് കവറിങ്ങോ ആയിട്ട് അതേപോലെ എല്ലാം കൂടെ കൊടുക്കുക. ഇപ്പൊ നമ്മളില്ലേ നമ്മളുടെ എന്താ പറയാ വീടുകളിലൊക്കെ എന്താ പറയാ കറണ്ട് പോകുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് പവർ വേണം എന്നുള്ളെങ്കിൽ എമർജൻസി ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലെ, എല്ലാവരും ഇൻവെർട്ടർ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഇൻവെർട്ടേഴ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു കേസ് അല്ലെ, ഒരു പെട്ടി പോലത്തെ ചക്രമൊക്കെ വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ വെറുതെ ഓപ്പൺ ആയിട്ട് വെക്കാതെ. അതൊക്കെ വളരെ ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ്, വലിയ ചെറിയൊരു മെഷീനറിയാണ്. പക്ഷെ അത് വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷനിൽ വലിയ വലിയ ഫാക്ടറീസിലാകുമ്പോൾ ഇത്തരം സാധനങ്ങൾക്ക് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മെഷീൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം പവർ കൂടുതൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനത്തിനെങ്കിൽ അതൊക്കെ കേസിലിട്ട് സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. അതിന് പ്രോപ്പർ കവറിങ്സ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു തന്നെ ആയിരിക്കണം വിൽപ്പനക്കാര് എന്നത് വിൽക്കേണ്ടത്. അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് തുറന്നു വല്ലാതെ എന്തൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലത് അത് ഇല്ലാതെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനും ഹാവ് എ സ്പെഷ്യൽ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി. ഈ ഒരു റൂള് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് റൂൾസ് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരും അതിനെ എന്താ പറയാ പിന്താങ്ങുന്നുണ്ട്. ശരിയാണ്, ഇത്തരം കവറിങ്സ് അല്ലെങ്കിൽ കേസസ് വെച്ചിട്ട് വേണം നമ്മൾ ഇത്തരം മെഷീൻസ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ വെക്കേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓർഗനൈസേഷനിൽ എന്ന് ഗവൺമെന്റും അതിനനുസരിച്ച് എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഫാക്ടറീസ് ആക്ടിന്. ക്ലിയർ ആയോ? മനസ്സിലായോ? കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി സെക്ഷൻ 26 ഒന്ന് വായിച്ചു നോക്കാമോ? പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ മെഷീൻസിനൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ ഇപ്പൊ ഈ മൂവ് ചെയ്യുന്ന ചില ചങ്ങല പോലത്തെ ചെയിൻ പോലത്തെ സാധനം മൂവ് ചെയ്യുന്നുണ്ടാവും. ഈ പുള്ളിമൊക്കെ ഘടിപ്പിച്ചിട്ട് ഇതൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിസിബിൾ ആണ്, കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊക്കെ കൂടുതലും ഇത്തരം മെഷീൻസ് ഒക്കെ വിസിബിൾ ആകാത്ത രീതിയിൽ അതിന് മുകളിൽ കവറിങ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു മുകളിലൊരു കവറിങ്, ആ കവറിങ്ങിൽ കൂടി നമുക്ക് കാണാൻ പറ്റില്ല. അത് അഴിച്ചൊക്കെ നോക്കണം. പിന്നെ എന്തെങ്കിലും റിപ്പയർമെന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയോ കറങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് സ്ക്രൂ ഒക്കെ ചെയ്ത് അൺസ്ക്രൂ ചെയ്തിട്ടാണ് തുറന്ന് നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ എല്ലാ ന്യൂ മെഷീനറീസും പുതിയത് ഇനി ഉത്പാദിപ്പിക്കുന്നതൊക്കെ വലിയ വലിയ മെഷീനറീസ് ഒക്കെ അതിനകത്ത് കേസസിലോ അല്ലെങ്കിൽ കവറിങ്സിലോ ആൾക്കായിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത്, വിൽക്കേണ്ടത്. ഓക്കെ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ നിയർ കോട്ടൺ ഓപ്പണർ. നിയർ കോട്ടൺ ഓപ്പണർ. കോട്ടൺ ഓപ്പണർ എന്താ? കോട്ടൺ എന്താ? ഈ പരുത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
ചെയ്യുന്ന ചില ജോലികളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നമുക്കറിയാം ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് പരുത്തി എന്ന് പറയുന്നത്. അപ്പൊ പരുത്തി, അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ കോട്ടൺ ഒക്കെ അതൊക്കെ ഇങ്ങനെ അസംസ്കൃത വസ്തുവാണല്ലോ, അതൊക്കെ റോ മെറ്റീരിയൽ ആണ്. അപ്പൊ അതിനൊക്കെ സംസ്കരിച്ചെടുക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ഫാക്ടറീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കോട്ടൺ പ്രസ് ചെയ്യുന്ന യന്ത്രങ്ങള്, അതുപോലെ തന്നെ അതിന്റെ ഓപ്പണർ, ഇതിനൊക്കെ ഇങ്ങനെ വേർതിരിച്ചിങ്ങനെ നൂല് പോലെയൊക്കെ എടുക്കണം അതിന് പരുത്തിന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ. അപ്പൊ തീർച്ചയായിട്ടും ചിൽഡ്രൻ വർക്കേഴ്സും അതുപോലെ തന്നെ എന്താ പറയാ സ്ത്രീകളായിട്ടുള്ള വർക്കേഴ്സും ഒന്നും ഇത്തരം മെഷീൻസിൽ, ഇത്തരം പ്രസ്സിംഗ് ഓഫ് കോട്ടൺ, അതുപോലെ തന്നെ കോട്ടൺ ഓപ്പണർ അതിന്റെ ഒക്കെ അടുത്ത് ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫാക്ടറീസ് ആക്ട് പറയുന്നത് അതാണ്. എന്താണ്? ചൈൽഡ് വർക്കേഴ്സ് ആൻഡ് വുമൺ ആർ നോട്ട് അലൗഡ് ടു വർക്ക് ഇൻ എ ഫാക്ടറി ദാറ്റ് ഇൻവോൾവ്സ് ദ pressing of cotton in which cotton opener is at work. ഈ കോട്ടനെ ഇങ്ങനെ എന്താ പറയാ ഈ പരുത്തിയിലൊക്കെ ഇങ്ങനെ സംസ്കരിച്ച് അതിങ്ങനെ നൂല് പോലെ വളരെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ കുറെ ആക്കി മാറ്റിയതിന് ശേഷമാണ് അത് എന്താ പറയാ ത്രെഡാക്കി മാറ്റി അതിനുശേഷം അത് തുണിയാക്കിയൊക്കെ മാറ്റുക. അപ്പൊ അതിന് ഒരുപാട് പ്രസ്സിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം മെഷീൻസിന്റെ അടുത്തൊക്കെ ഈ കുട്ടികളും അതുപോലെ തന്നെ അമ്മമാര് സ്ത്രീകളൊക്കെ ജോലി ചെയ്യാതിരിക്കുക, അതിനുള്ള നടപടിയാണ് സെക്ഷൻ 27 പറയുന്നത്. ഈ മാത്രമല്ല, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇത്തരം വർക്കിംഗ് ഒക്കെ നടക്കുമ്പോൾ അതിന്റെ സൈഡില് മറ്റ് പുറത്തുള്ള പ്രമീസസില് ചുറ്റുവട്ടത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് അവർക്ക് ജോലി ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളെ ഫീഡ് ചെയ്യുന്നതൊക്കെ ഇതിന്റെ അടുത്തൊന്നും വരാൻ പാടില്ല, പുറത്തായിരിക്കണം. കാരണം പണ്ടൊക്കെ നമുക്കറിയാം ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യാൻ വരുന്നവരും മക്കളെ കൊണ്ടൊക്കെ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പണ്ടത്തെ സിനിമയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന്റെ അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ജോലി സ്ഥലത്തൊക്കെ പോകും. ഇന്ന് നമുക്ക് എന്തുണ്ട്, ഇതുങ്ങൾ അങ്ങനെ കൊണ്ടുപോകണ്ട, വല്ല ടേക്ക് കെയറിലാക്കാം. പിന്നെ 3-3.5 വയസ്സാകാൻ നോക്കിയിരിക്കുകയാണ് കുട്ടികളെ LKG കൊണ്ടുപോകാൻ ആക്കാനായിട്ടൊക്കെ, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജോലി സ്ഥലത്തൊക്കെ ഇതുങ്ങള് എന്താ പറയുക ഇത്രയും ദിവസമൊക്കെ ലീവ് കിട്ടുള്ളൂ. മെറ്റേണിറ്റി ലീവ് ഒക്കെ കുറച്ച് ദിവസമൊക്കെ ഉള്ളൂ, ഒരു 180 days ഒക്കെ. അപ്പൊ ഒരു 3 മാസമൊക്കെ അല്ല 6 മാസമൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പൊ ഇതിന് ശേഷം കുട്ടികൾ അത്രേ ആയിട്ടുള്ളൂ. ഇതുങ്ങളെയൊക്കെ പിടിച്ചൊക്കെ കൊണ്ടുപോകലും അവരെവിടെയെങ്കിലൊക്കെ കിടത്തും ഇരുത്തും ഒക്കെ ചെയ്യും. എന്നിട്ട് ഇതിനിടയ്ക്ക് നോക്കുകയും വേണം, ജോലി ചെയ്യുകയും വേണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പുറത്ത് പ്രമിസസിന്റെ, അതായത് ഇത്തരം മെഷീൻസിന്റെ ഒന്നും അല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഇവരുടെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു പാർട്ടീഷൻ, ആ ഒരു മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് അത്തരം സ്ഥലങ്ങളാണ് ഇവർക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ആൻഡ് ഓൾസോ ദ ഇൻസ്പെക്ടർ ഹാവ് ടു ഇൻസ്പെക്ട്, ഒരു എന്താ പറയാ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ പരിശോധിക്കുകയും വേണം. ഫാക്ടറീസിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ തന്നെയാണോ ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതിന് പ്രത്യേക അനുമതി ഉണ്ട് എങ്കിൽ മാത്രമാണ് അത് ചെയ്യാനും പാടുള്ളൂ. മനസ്സിലായോ? കാരണം ഇവരിതൊക്കെ സേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇഫ് ദേ ആർ ഗെറ്റിംഗ് ദ പെർമിഷൻ, ആ ഒരു റിഗാർഡിൽ അവർക്ക് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഇൻസ്പെക്ടേഴ്സിന് അത് നോക്കി അനുവദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരം ആൾക്കാരൊക്കെ അവിടുന്ന് മാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കണം. മനസ്സിലായോ? പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ വുമൺ നിയർ കോട്ടൺ ഓപ്പണർ സെക്ഷൻ 27 ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ. അതില് നമുക്ക് ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട് കേട്ടാ. സെക്ഷൻ 27 ഒന്നാമത്തെ സെന്റൻസ് മാത്രം ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, കഴിഞ്ഞോ? ഓരോ സെക്ഷനിലും ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ആ ഒരു സെന്റൻസ് മാത്രം അറിഞ്ഞാൽ മതി. ഇന്നതാണ് ആ ഒരു ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന സാധനം കാണുമ്പോൾ നമുക്കറിയണം, അത് ഇന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇതിന്റെ നിയമമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണം. അത്രയുള്ളൂ. അടുത്തത് സെക്ഷൻ 28-ഉം 29-ഉം കൂടിയാണ് കേട്ടോ വന്നേക്കണേ. രണ്ടും കൂടിയാണ് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞോട്ടെ? സ്ലോ മോണല്ല നമ്മള്
എന്തോ ഒരു സ്ലോ മോഷൻ ഫീൽ ചെയ്യുന്നല്ലേ എനിക്ക്. ഓക്കെ പറയാം. അടുത്തത് ലിഫ്റ്റ്. അതുപോലെ ലിഫ്റ്റിംഗ് മെഷീൻസ്, മറ്റ് എന്താ പറയാ ഇങ്ങനെ ഉയർത്താനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം സാധനങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 28 29 പറയുന്നത്. നമ്മുടെ സാധാരണ ലിഫ്റ്റ് ഉണ്ടല്ലോ, മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ താഴേന്ന് മുകളിലേക്ക് എത്തിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനത്തെ ചില ലിഫ്റ്റിന്റെ തന്നെ പ്രവർത്തനം ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, കണ്ടിട്ടുണ്ടോ? ചില വലിയ എന്തെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്ന്, താഴത്തുള്ള ഗ്രൗണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഏറ്റവും പൊക്കത്തുള്ള നിലയിലേക്ക് എത്തിക്കാൻ ഒരു സാധനമൊക്കെ ഉണ്ട് അല്ലെ. ഭാരപ്പെട്ട സാധനങ്ങൾ, ചിലപ്പോൾ സിമെന്റ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ ഭയങ്കര വെയിറ്റ് ഉള്ള എന്തെങ്കിലും മെഷീനറീസ് ഒക്കെ ആകാം, പൊക്കത്തിലേക്ക് എത്തിക്കേണ്ടി വരും. അപ്പൊ അതിനുപയോഗിക്കുന്ന ചില സാധനങ്ങളൊക്കെയാണ് ഇവിടെ. അതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 28 29 പറയുന്നത്. ഇത്തരം സാധനങ്ങൾ, ഇത്തരം ലിഫ്റ്റ് അല്ലെങ്കിൽ ഹോയിസ്റ്റുകൾ, ലിഫ്റ്റിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് എന്താ പറയാ നമ്മള് മേക്ക് ചെയ്യുന്ന സമയത്ത് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. പ്രോപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നല്ല ഗുഡ് ക്വാളിറ്റി അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇരുമ്പിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിക്കോട്ടെ, കൊട്ടയല്ല, നല്ല ക്വാളിറ്റി ഉള്ളത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇടയ്ക്കിടയ്ക്ക് റിപ്പയർമെന്റ് ആവശ്യം വരും, തകർന്ന് വീഴും. ഇപ്പൊ നമ്മുടെ വീടുകളൊക്കെ നമ്മൾ പണിയുമ്പോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാ അല്ലെ. അപ്പൊ എന്താ അതിന്റെ ഗുണം എന്താണ്? 10 പ്രാവശ്യം ചെയ്യുന്നതിന് ഒരൊറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയി ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പൊ പെയിന്റ് ചെയ്യാറുണ്ട്, നല്ല ക്വാളിറ്റിയിൽ വേരിയേഷനുള്ള ഒരുപാട് പെയിന്റ്സ് നമുക്കറിയാം, അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലെ. എന്തെങ്കിലും കറ വെച്ചിട്ട് വേഗം ഒരു സ്പോഞ്ച് കൊണ്ടുവന്ന് റബ്ബ് ചെയ്ത് കളയുമ്പോ തന്നെ അത് കൃത്യമായിട്ട് ക്ലീൻ ആയിട്ട് അങ്ങോട്ട് പോകുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതല്ലാതെ എന്താ പറയാ, ഒരു പ്രാവശ്യം അടിച്ചു, അടുത്ത വർഷം ആകുമ്പോഴേക്കും മോശമായി, പൊളിഞ്ഞ് അവിടുത്തെ വന്നു, അടുത്ത വർഷം വീണ്ടും നമ്മൾ പെയിന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുണ്ട്. അപ്പൊ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട് ഓരോ പ്രോഡക്റ്റിനും. സോ ഒരു വസ്തുവിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ഇവിടെ ഇതുപോലെയുള്ള ലിഫ്റ്റ് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, ഇതിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ മൂവ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ സാധനങ്ങൾ തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാര്, ഇതൊക്കെ മനുഷ്യരാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് ഇൻ ലോ ക്വാളിറ്റി, ഇത്തരം വസ്തുക്കളൊക്കെ വളരെ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പൊ പൊട്ടി തകർന്ന് താഴ്ത്ത് വീഴുന്നു പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത് വരുമ്പോ എന്ത് പറ്റും? വലിയ അപകടങ്ങളാണ് വരാൻ പോകുക. അപ്പൊ അതുകൊണ്ട് ഇത്തരം എന്താ പറയാ ലിഫ്റ്റിംഗ് മെഷീൻസ്, ലിഫ്റ്റുകൾ, അതുപോലെ ഹോയിസ്റ്റ് ഒക്കെ നമ്മുടെ വസ്തുക്കൾ കൊണ്ടുപോകാനോ വർക്കേഴ്സിനെ ക്യാരി ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് വിത്ത് ക്വാളിറ്റി മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ്സ് ഡോർ. അത് അതിന്റെ അപ്പുറത്ത് ഡോർ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള കാര്യങ്ങളൊക്കെ, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 28 29. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ഗവൺമെന്റും ഹാവ് ഗിവൺ സം അതോറിറ്റി. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പൂർണ്ണമായ അധികാരം കൊടുത്തിട്ടുണ്ട്, എന്താ പറയാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഇതിൽ നിന്ന് എന്താ പറയാ റൂൾസ് പ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റുമായിട്ട് ഇടപെട്ട് അതിനൊക്കെ എക്സെപ്ഷണൽ കേസസ് ഒക്കെ വാങ്ങിച്ചോളണം. ഇന്ന മെഷീൻസ് ഓക്കെ എന്താ പറയാ ഇത് ഓക്കെയാണ്, ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, ടെസ്റ്റിഫൈഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ചെയിന്, ഈ എന്താ പറയാ നമ്മുടെ ലിഫ്റ്റിനൊക്കെ ഓരോ ചെയിൻ ഉണ്ടാവും, ചെയിനിന്റെ ആ ഒരു ഇതിലാണ് പൊക്കുന്നത് താത്തുന്നതും ഒക്കെ. അപ്പൊ അതിന്റെ ചെയിന്, റോപ്സ്, ലിഫ്റ്റിംഗ് മെഷീൻസ്, എവറിത്തിങ് ഹാവ് ടു ഫോളോ സെയിം റൂൾസ്. അപ്പൊ ഈ റൂളൊക്കെ ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മൾ ബാധകമാണെന്ന് പറയാം. ഇതിലാണ് ലിഫ്റ്റ്, ഹോയിസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതേഴ്സ്. അതിനൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം. എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം, ഒക്കെ വർക്കിംഗ് കണ്ടീഷനിലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ? പിന്നെ ഈ ലിഫ്റ്റിന്റെ അടുത്തേക്കൊക്കെ പോകുന്ന വഴിയൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും അപകടങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ലിഫ്റ്റിന്റെ അകത്ത് എന്താ പറയാ അകത്തേക്ക് കയറിയപ്പോ അതിന്റെ ഉള്ളിലേക്ക് പോയ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? താഴേക്ക് ആള് വീണ് പോയതൊക്കെ, അങ്ങനത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും, വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. വർക്കിംഗ് കണ്ടീഷനിലല്ല എങ്കിൽ അതിനുള്ള എന്താ പറയാ ഒരു സൂചന, വാർണിംഗ് പുറത്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് അതിനകത്തോട്ട് കയറി ചിലപ്പോൾ പല അപകടങ്ങൾ സംഭവിക്കും. അതൊക്കെയാണ് ഇതൊക്കെ എന്റെ റൂൾസിലുള്ളതാണ്. ലിഫ്റ്റ്, ഹോയിസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതർ. സെക്ഷൻ 28 29 ഒരുമിച്ചാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. മനസ്സിലായി? ഇതിനകത്ത് ഈ സെക്ഷനിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു സം ടോട്ടൽ, അതിന്റെ ഒരു കൺക്ലൂഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് പറഞ്ഞേക്കണം. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും
പോയിന്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവിടെ അത് മുഴുവനൊക്കെ നമ്മൾ പഠിച്ചാൽ നിന്ന് കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊന്നും പഠിച്ച് തന്നെ നമ്മുടെ പോർഷൻസും തീരില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റിലാണ് നമുക്ക് ഈ റൂൾസ് ഒക്കെ തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? അവിടെ അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, ഒന്ന് വായിച്ചു നോക്കാം. സെക്ഷൻ 28 and 29. അടുത്തത് റിവോൾവിംഗ് മെഷീനറി സെക്ഷൻ 30. സെക്ഷൻ 30 റിവോൾവിംഗ് മെഷീനറിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പറയട്ടെ? ഓക്കെ, റിവോൾവിംഗ് മെഷീനറിയെ കുറിച്ച്, റിവോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെഷീൻസിന് ഒരു പെരിഫറൽ സ്പീഡ്, അതിനൊരു മാക്സിമം പെരിഫറൽ സ്പീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്തില്ല. ഇത്ര സ്പീഡ്, ഇത്ര എന്താ പറയാ അവറിൽ ഇത്ര സ്പീഡിൽ പോകാൻ പാടുള്ളൂ, പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കൊണ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ആവറേജ് സ്പീഡ് ഉണ്ട് അല്ലെ, 60 km/h അല്ലെങ്കിൽ 40 km/h. ചില പ്രദേശത്തിന് ഇതിൽ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ വൺ വേക്ക് ആണെങ്കിൽ അതിന് ഇത്ര സ്പീഡിൽ പോകാം. അതേസമയം ഉള്ളു വഴിയൊക്കെയാണ്, അവിടെ ഒരു വഴി കൂടി തന്നെ അങ്ങോട്ട് പോകുന്ന വണ്ടികൾ ഇങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ വരുന്നതിന് അതിനൊരു പ്രത്യേക സ്പീഡില്ല. അപ്പൊ ഒരു ആവറേജ് സ്പീഡ് ഉണ്ട് എന്ത് കാര്യത്തിനും നമുക്ക്. അപ്പൊ ലൈക്ക് വൈസ് ഇതിനകത്ത് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഫാക്ടറീസിൽ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില മെഷീൻസിന്റെ പാർട്സിന് ഒക്കെ ഒരു കൃത്യം ഒരു സ്പീഡ് ലിമിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു മാക്സിമം സ്പീഡ് ഇത്ര സ്പീഡാണ്. ആൻഡ് ഇഫ് ദേ ആർ മൂവിങ് ബിയോണ്ട് ദാറ്റ് സ്പീഡ്, ആ ഒരു സ്പീഡിനേക്കാള് എബവ് ആയിട്ടൊക്കെ സ്പീഡിൽ പോകുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ അത് ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകും. പലപ്പോഴും പല അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയില്ല. അതൊക്കെ ഈ കൂടുതലും ഈ ഗ്രൈൻഡിങ് മെഷീൻസ് ഒക്കെ ഇല്ലേ, ഗ്രൈൻഡിങ് പൊടിക്കുന്നതൊക്കെ, ആ സാധനങ്ങൾക്ക് ഒരു സ്പീഡ് ഉണ്ട്, ആ സ്പീഡിൽ അത് പ്രവർത്തിപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും. ആൻഡ് ഓൾസോ ദാറ്റ് സ്പീഡ് ഷുഡ് ബി ഡിസ്പ്ലേഡ്. അത് ഇന്ന സ്പീഡിലാണ് പ്രവർത്തിക്കുന്നത്, ആ ഒരു ഇത്ര സ്പീഡ് ഉണ്ട് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. എവിടെയാണ് വേണ്ട സ്ഥലത്ത് ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ വിസിബിൾ ആകുന്ന സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ ആ ഓരോ ഈ പറയുന്ന മെഷീൻ മാത്രമല്ല, മെഷീന്റെ ഓരോ ഒബ്ജക്റ്റും ഉണ്ട്, ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ബാസ്ക്കറ്റ് ആയിക്കോട്ടെ, അതിന്റെ വെസല്, കേജ്, ഫ്ലൈ ചെയ്യുന്ന വീല്, പിന്നെ ഡിസ്ക്, പുള്ളി, എന്താണെങ്കിലും അതിനൊക്കെ ഒരു കൃത്യം ഇന്ന ഒരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആ ഒരു സ്പീഡ് ആണെങ്കിലാണ് പെട്ടെന്നൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ എപ്പോൾ സ്പീഡ് ആയി കഴിഞ്ഞാൽ വി കനോട്ട് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ വണ്ടിക്ക് പോവുകയാണ്, നമ്മൾ 60 km/h സ്പീഡിൽ പോകേണ്ട സ്ഥലത്ത് 100 km/h സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒന്ന് അസ്യൂം ചെയ്യാം, ഒരു ഇമാജിനേഷൻ ചെയ്യുക. പെട്ടെന്ന് ഇൻ കേസ് നമ്മുടെ മുമ്പിൽ പോകുന്ന വാഹനങ്ങളായിക്കോട്ടെ, പെട്ടെന്ന് ആരെങ്കിലും പെട്ടെന്ന് അപ്പുറത്ത് ക്രോസ് ചെയ്യുകയായിക്കോട്ടെ, വി കനോട്ട് കൺട്രോൾ ഇറ്റ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണല്ലോ പല അപകടങ്ങളും ഉണ്ടാകുക അല്ലെ. നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ആ ഇടിയുടെ ആഘാതം അങ്ങോട്ട് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അതേസമയം ഒരു ലോ സ്പീഡിൽ പോകുന്ന ഒരാളാണ് അല്ലെ, ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നു, ഇപ്പൊ ഒരാൾ പെട്ടെന്ന് ചാടിയാലും നമ്മളത് ബ്രേക്ക് ആക്കുന്നു. ബ്രേക്ക് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് ചെറിയേ ഉള്ളൂ അല്ലെ, ഇടിഞ്ഞു പൊളിഞ്ഞു അല്ലെങ്കിൽ തെറിച്ചൊന്നും പോകുന്നില്ല. ആ തെറിച്ചു പോകുന്നത് എപ്പോഴാണ്, ഒരു നമ്മളുടെ സ്പീഡ് കൂടുമ്പോഴാണ് ആ ഇടിക്ക്, ആ കൊലീഷൻ അല്ലെ, ആ കൊലീഷന് എന്തുണ്ടായിരിക്കും, ആധിക്യം കൂടും അല്ലെ. അങ്ങനത്തെ ഇടികൾ ഉണ്ടാകുമ്പോൾ, കൂട്ടിയിടിക്കുമ്പോൾ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആ കൂട്ടിയിടിയുടെ ആഘാതം കൂടും. അപ്പോഴാണ് തെറിച്ച് വെല്ലോട്ടയിലൊക്കെ പോകുന്നത്, വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്, ഈ വൻമരണത്തിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എല്ലാ മെഷീനറീസും പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു ഡിഫറൻറ്റ് സ്പീഡ് മാക്സിമം ലിമിറ്റ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതിന് അപ്പുറം പോകാൻ പാടില്ല. ആ മെഷീന്റെ മാത്രമല്ല, അതിൽ ഏത് പാർട്സ് ആണെങ്കിലും ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. റിവോൾവിംഗ് മെഷീനറി സെക്ഷൻ 30. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. Revolving machinery 36, section 30, sorry,
സെക്ഷൻ 30. റിവോൾവിംഗ് മെഷീനറിയിലെ സെക്ഷൻ 30 ആണ്. അയച്ചോ. ഓക്കെ, അടുത്ത പറയട്ടെ. സെക്ഷൻ 31 പ്രഷർ പ്ലാന്റ് ആണ്. പ്രഷർ പ്ലാന്റ്. If the plants are having high pressure than the atmospheric pressure, it should manage arrangements to make sure that a suitable working pressure is applied. അതായത് ഇപ്പൊ ചില മെഷീൻസിന് അല്ലെങ്കിൽ ചില പ്ലാന്റുകൾക്ക് ചില എന്താ പറയാ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ ഉപയോഗിക്കേണ്ടി വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതൽ പോകാത്ത രീതിയിൽ ഒരു കൃത്യമായ ഒരു ആവറേജ് പ്രഷർ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപ്രോപ്രിയേറ്റ് എന്താ പറയാ അറേഞ്ച്മെന്റുകൾ ചെയ്യണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു പ്രഷർ ഉണ്ട് അല്ലെ, ഒരു ഫോഴ്സ് ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മെഷീൻസിന്റെയും ഒരു പ്ലാന്റ്, എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്ലാന്റുകൾ, എന്തെങ്കിലും സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കണ മെഷീൻസ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആവാൻ പാടില്ലാന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്ത് അത് ഒരു പ്രത്യേക ലിമിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെയുള്ള കുറെ റൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പ്ലാന്റിനും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രഷർ, ആ ഒരു പ്രഷർ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ എന്താ പറയാ പ്ലാന്റ് മെഷീനറി ഒക്കെ അവിടെ ഈ രീതിയിൽ ഇത്ര പ്രഷർ ഉപയോഗിക്കാന്നുള്ളത് മനസ്സിലായി. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനേക്ക് ഒഴിവാക്കണം. അത്തരം പ്ലാന്റ് മെഷീനറി ഒക്കെ നമ്മൾ എക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അത് കാരണം ഇറ്റ്സ് മോർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറിനേക്കാൾ കൂടുതലുള്ള പ്രഷർ അത്തരം പ്ലാന്റുകൾക്ക് വരുന്നു, അത്തരം മെഷീനറീസിന് വരുന്നു. സോ എക്സെപ്റ്റ്, തീർച്ചയായിട്ടും അത്തരം മെഷീൻസ് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അതില്ലാതിരിക്കാനാണ് പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അത്തരം പ്ലാന്റുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ. സെക്ഷൻ 31 പ്രഷർ പ്ലാന്റ് ആണ് കേട്ടോ. പ്രഷർ പ്ലാന്റ്. പ്രഷർ പ്ലാന്റ് ഒന്ന് വായിച്ചു നോക്കുക. സെക്ഷൻ 31. ഓക്കെ ആണോ? സെക്ഷൻ 31. പറയേ. 31 വരെ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അടുത്തത് ഞാൻ സാഹസത്തിന് മുതിരാൻ പോകണ്ടാവും. സെക്ഷൻ 32 ആർക്ക് പറയാം നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവിടെ ഓർമ്മയുണ്ടാകുന്നത് ഒരു പോസിറ്റിവിറ്റി എനിക്ക് കിട്ടണമല്ല, പോസിറ്റീവ് എനർജി വരുന്നില്ല എനിക്ക്. സെക്ഷൻ 32 ആർക്ക് പറയാം? വായിച്ചിട്ടൊന്ന് പറഞ്ഞു. ഉറങ്ങല്ല, ശിംശിന പറയുന്നത് ഉറങ്ങുന്നില്ല. പക്ഷെ ഡൗട്ടിങ് ദാറ്റ് യു പീപ്പിൾ ആർ സ്ലീപ്പിംഗ്. എന്റെ സൗണ്ട് ഇത്ര സൗണ്ടിൽ കേട്ടിട്ട് ആരുടെ കേളിന്ന് ഉറങ്ങണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഒരു എനർജി എന്റെ അങ്ങനെ തളർന്ന് പോണ പോലെ തോന്നുന്നത്.
എന്റെ എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ആർക്ക് പറ്റും? സെക്ഷൻ 32 ഹൂ ക്യാൻ എക്സ്പ്ലെയിൻ? വേം പറ. ആര് പറയും? ഇത് വെറുതെ ഇങ്ങനെ വായിച്ചിട്ട് നോക്കാനുള്ളതുള്ളൂ. നിങ്ങൾ വായിക്കണ്ടല്ലോ. ഞാൻ പറയുമ്പോ അന്ന് വായിച്ചു നോക്കുന്ന പറയുമ്പോ വായിക്കണ്ടല്ലോ. അതേപോലെ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ആര് പറയും നോക്കട്ടെ. ആരാണ് ആ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിയെന്ന് ഞാൻ നോക്കട്ടെ. ആർക്കണിയിലാവാട്ടാ ബാച്ചിൽ അങ്ങനെ ആരും ഇല്ലേ? ഓ മൈ ഗോഡ്. വായിച്ചു നോക്കിയിട്ട് പറയാം. വായിച്ചു നോക്കിയിട്ട് ഒരു മിനിറ്റ് ഞാൻ തരാം. വായിച്ചു നോക്കിയിട്ട് അതൊന്ന് പറയാൻ പറ്റും. ഞാൻ ഒന്ന് കേൾക്കട്ടെ. പറയണോ ആരെങ്കിലും? ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ പറയാൻ മിസ് ചെയ്യുന്നൊന്ന് പറയുന്ന ആരെങ്കിലും അതിന്റെ ആ ഒരു കൺക്ലൂഷൻ അതൊന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിലൊന്ന് പറഞ്ഞാൽ മതി. വാട്ട് യു മീൻ ബൈ സെക്ഷൻ 32? സെക്ഷൻ 32 എന്തിനെ കുറിച്ചാ പറയണെന്ന് അതിന്റെ ആ തീം പറഞ്ഞാൽ മതി. ഫുൾ ഇങ്ങനെ ഒരു സെന്റൻസ് വായിച്ച് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതെന്താന്നോ ഒരു സെക്ഷന് മുഴുവൻ നമ്മൾ കാണാപ്പാടം ഇവിടെ പഠിക്കാനൊന്നുമില്ല. ആ സെക്ഷനിൽ എന്തിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് പറയാം. ഹു ക്യാൻ ഷെയർ? ഹാൻഡ് റൈസ് എന്ന് പറയുന്ന ഇങ്ങനെ പിടിയില്ലേ, നമ്മളിങ്ങനെ സ്റ്റെയർ കേസിനൊക്കെ പോകുമ്പോ കൈവരി എന്ന് പറയോ? കൈവരി എന്ന് അങ്ങനെയാണോ പറയാ? ഇങ്ങനെ പിടിച്ചോണ്ട് കയറി പോവില്ലേ? ആ അത്രേ ഉള്ളൂ. അതല്ല സാധനം. ആരാ പറയാൻ പോവുക? റിയ പറയാമോ? ചോദിച്ച ആൾക്കൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്ന ആൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മീനിങ് ചോദിച്ചത്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? ആ സെക്ഷൻ 32 എന്ത് മനസ്സിലായി? ഞാൻ സൗണ്ട് ഓൺ ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയേ വേഗം. എപ്പോഴും നമ്മൾ തന്നെയല്ലേ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്? വർക്ക് പ്ലേസ് ടോട്ടലി സേഫ് ആയിരിക്കണം എന്നുള്ളത്. പ്ലേസ് ടോട്ടലി സേഫ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യം ഫ്ലോർ സ്റ്റെയർ ഒക്കെയാണ്. അതായത് നമ്മളുടെ നിലത്ത്, പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കേസ്, പിന്നെ എന്താ പറയാ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആ വഴിയൊക്കെ ഉണ്ടല്ലോ. മീൻസ് ടു ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുപോകാനോ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവരാനോ ഒരു വഴിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കൃത്യമായിട്ട് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. പിന്നെ കൂടുതൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തോളാം? സ്റ്റെയറിനൊക്കെ ഹാൻഡ് റീൽസ് ഉണ്ടാക്കിയിരിക്കണം അല്ലെ? പിടിച്ച് കയറി പോകാന് എന്തെങ്കിലുമൊക്കെ പാലോ വെച്ചോണ്ട് വല്ല വർക്കേഴ്സ് മുകളിലേക്കൊക്കെ കയറി പോകുന്ന സമയത്ത് അവർക്ക് അന്ന് സപ്പോർട്ട് കൊടുക്കാൻ, മറിഞ്ഞൊക്കെ വീഴാതിരിക്കാൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഹാൻഡ് റീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ കൂടെ പിടിച്ച് പോകാൻ പറ്റും. ഹാൻഡ് റീൽസ് അതിനാണ് സഹായിക്കാം. പിന്നെ പറയൂ റിയ, ബാക്കി പറയൂ. പറ്റൂല? ഓ മൈ ഗോഡ്, അത് ഭയങ്കര മോശമാണല്ല. ഞാൻ ഇനി വിളിക്കുന്നത് വേറെ ആരെങ്കിലും പേര് വിളിക്കും. ഒരാൾക്ക് ആ ഒരു 32 ഫുള്ളായിട്ട് ആർക്ക് പറയാൻ പറ്റും? നമ്മള് പേര് വിളിച്ചപ്പോ വേണമെങ്കിൽ ചിലപ്പോ പുറത്തേക്ക് പോകും, വിളിക്കുന്ന ആൾ ചിലപ്പോ ചാടിപ്പുറത്ത് പോകും. അതുകൊണ്ട് ഞാൻ പേര് വിളിക്കാതെ. ആർക്ക് റിയ പറയണ്ടോ? സൗണ്ട് കേൾക്കണല്ലോ റിയ. റിയയുടെ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് പറയുന്നത് കേൾക്കണില്ല. ഹലോ, സുമിത്തിന് പറയാമോ എന്താ മനസ്സിലായെന്ന്? സുമിത് അറിയില്ല. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തെറ്റ് ശരിയൊന്നും ഇവിടെ പ്രശ്നമില്ല. നിങ്ങളുടെ ആ സൗണ്ടെങ്കിലും ഒക്കെ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാ. സുമിത്ത് പോയാ? ഓ മൈ ഗോഡ്. പ്രിയ പക്ഷെ എന്തോ പറയുന്നുണ്ട്, പക്ഷെ ഐ കാൺ ഹിയർ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കേൾക്കാനുള്ള അവിടെ സൗണ്ട് ഓപ്പൺ ആയതിന്റെ ആ ഒരു ഇതുണ്ട്, പക്ഷെ ഐ കാൺ ഹിയർ. നിഷ പറയാമോ? നിഷ ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സുമിത്ത് ഒന്ന് പറഞ്ഞേ, ഒന്ന് ടൈപ്പ് ചെയ്യണ്ട. ഞാൻ അതിനല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ടാ. കുഴപ്പമില്ല, തെറ്റിയാലൊന്നും പ്രശ്നമില്ല, നമ്മൾ അത്രയേ ഉള്ളൂ.
അറിയോ? ഒരു 5 മിനിറ്റ് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ ഔട്ട്സൈഡ് ആണോ സുബിത്ത്? ഓക്കെ, എക്സെപ്ഷൻ കേസ് ആണ്, സുബിത്ത് പുറത്തേക്കാണ്, അതുകൊണ്ട് പറ്റില്ല. അയ്യോ, നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും കേൾക്കണില്ല. അതെന്തേ? ഞാനിപ്പോ ആരോടെ പറയണേ? സൗണ്ട് ഒന്ന് വെക്കട്ടെ, നോക്കട്ടെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ടോ? രണ്ടാളുകൾ ആരോ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഐ കാണ്ട് ഹിയർ എനിത്തിങ്. ഫാക്ടറികളില് ഫ്ലോർ സ്റ്റെയർസ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും അവസ്ഥകളിൽ ഏതെങ്കിലും എംപ്ലോയി വീഴാനൊക്കെ ചാൻസ് ഉണ്ടാവും സ്റ്റെപ്പിനപ്പോ. സ്റ്റെയർ കേസിനൊക്കെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ലാസ്റ്റ് സെന്റൻസ്, if any person have a chance of falling down, ഇത്തരത്തിലുള്ള മറ്റു രീതിയിലുള്ള എല്ലാ സേഫ്റ്റികളും പ്രൊവൈഡ് ചെയ്യണം ഫാക്ടറികളിൽ. അപകടങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ബാക്കിയുള്ള റിസ്കുകളൊക്കെ കുറക്കും. ലാസ്റ്റ് സെന്റൻസിനെ ഒന്ന് കണക്ട് ചെയ്ത് പറയാമോ? അവിടെ എടുത്തു പറയുന്നുണ്ടല്ലോ, അതായത് ഏതെങ്കിലും ഇഫ് എ പേഴ്സൺ ഇൻ വർക്കിംഗ്, അതായത് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ if there is a chance to fall down from a height of more than 2 meters, 2 മീറ്ററിൽ കൂടുതൽ വീഴാൻ സാധ്യതയുണ്ട് എങ്കിൽ എന്ത് ചെയ്തായിരിക്കണം അവിടെ? It is required to fencing or follow other safety techniques to safeguard the worker. വർക്കേഴ്സിന്റെ എന്താ പറയാ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ, സുരക്ഷിതത്വത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കണം. വേണമെങ്കിൽ ഫെൻസിങ് ചെയ്യണം. ഇപ്പൊ കണ്ടല്ലേ, ചില സ്ഥലത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പൊക്കത്തിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യും. ആ സമയത്തെ ഈ താഴെ വല്ല എന്തെങ്കിലുമൊക്കെ ഭയങ്കര റോപ്പൊക്കെ വെച്ചിട്ട് ഒരു വല പോലെ ഇങ്ങനെ ഭയങ്കര ചുറ്റായിട്ട് അതിനെ കെട്ടിവെച്ചിട്ടുണ്ടാവും. സോ ഇഫ് ദർ ഇസ് എ ചാൻസ്, ഇത്രയും മുകളിൽ നിന്നൊക്കെ ഒരു എംപ്ലോയി ഒക്കെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുമ്പോ ഒത്തിരി വലിയ അപകടം തന്നെയാണ്, മരിച്ചു തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ മരണ സാധ്യതകളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചുറ്റും ഇതുപോലെയുള്ള വലിയ വടമൊക്കെ വെച്ചിട്ടുള്ള ചില നെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അത് ചുറ്റും കെട്ടിയിരിക്കുക. അപ്പൊ താഴേക്ക് പോന്നാലും ഈ നെറ്റിലേക്ക് വന്ന് വീഴുന്ന രീതിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഫെൻസിങ് അല്ലെ, ചുറ്റുമൊക്കെ ഇങ്ങനെ കെട്ടി അത് സെക്യൂർ ആക്കുക. കാരണം the safety of employees is most important thing in every factories. എല്ലാ ഫാക്ടറീസിലും ഓർഗനൈസേഷനിലും അവിടുത്തെ ജോലിക്കാരുടെ സേഫ്റ്റി ഉറപ്പുവെക്കുന്ന രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. സ്റ്റെയറിനൊക്കെ ഹാൻഡ് റെയിൽസ് കൊടുക്കുക, സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവിടെ സെക്യൂർ ആകുന്ന രീതിയിൽ തന്നെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അപ്പൊ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി ഉരുണ്ട് പേരുണ്ടൊക്കെ പോയിട്ട് വലിയ അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനുള്ള എല്ലാ പ്രിക്കോഷണറി സ്റ്റെപ്സും എല്ലാ ഫാക്ടറീസും ചെയ്യണം. അത് എംപ്ലോയീസിന്റെ ലൈഫിനെ സെക്യൂർ ആക്കാനും സേഫ് ഗാർഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായ? ഓക്കെ, അപ്പൊ സെക്ഷൻ 32 അതാണ്. സെക്ഷൻ 32 നമുക്ക് ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് പറയാൻ പറഞ്ഞു നിങ്ങളോട്. സെക്ഷൻ 32 ഫ്ലോറ്, അതുപോലെ തന്നെ എന്താ പറയാ സ്റ്റെയർസ്, പിന്നെ മീൻസ് ടു ആക്സസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് സെക്ഷൻ 33 ആണ്. ഫിക്സ്ഡ് സ്റ്റംപ് ഓപ്പണിംഗ് ഇൻ ഫ്ലോർ ആൻഡ് അതേഴ്സ്. ഇനി ഇല്ലേ നമ്മുടെ ഓർഗനൈസേഷനിൽ ഫാക്ടറീസിൽ തന്നെ ജോലി ചെയ്യുന്നതിന്റെ സ്ഥലത്തൊക്കെ ചിലപ്പോ കുണ്ട്, കുഴി, ചില വിള്ളലുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഫാക്ടറി അല്ലേ, പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലേ, ഉൽപാദനം നടക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ ഭിത്തികളിൽ വിള്ളലുണ്ടാകാം, ഫ്ലോറിന് വിള്ളലുണ്ടാകാം, ഫ്ലോറിൽ കുണ്ട്, കുഴി, ഇതൊക്കെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാൻ സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് അതൊക്കെ അങ്ങനെയുള്ള പോയിന്റ് ഓഫ് ഡേഞ്ചർ, അതായത് അപകട സാധ്യതകളും ഉള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട്
കവർ ചെയ്യുകയോ അത് ഫെൻസ് ചെയ്യുകയോ ചുറ്റുമൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ല അവിടെ അപകട മേഖലയാണ് എന്നുള്ള അപകട സൂചന, അപായ സൂചനയുടെ പല സിംബൽസോ മറ്റ് സാധനമൊക്കെ സ്ഥാപിക്കണം. അതാണ് സെക്ഷൻ 33 പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റും അത്തരം ഒരു ഡിസ്ക്രിപ്ഷൻ, അത്തരം ഒരു കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ ചിലപ്പോ ഫാക്ടറീസിന്റെ ചില ജോലി ചെയ്യേണ്ട ചില കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ റദ്ദാക്കി കളയും. ഇത്തരം കാര്യങ്ങളൊക്കെ അനുശാസിക്കാതെ ജോലിക്കാരുടെ ജീവൻ വെച്ചിട്ടുള്ള കളികളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ ചില നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് സെക്ഷൻ 33 സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എവറി ഫാക്ടറി നീഡ്സ് ടു സേഫ്ലി കവർ ഓർ fence any opening in the floor, fixed vessel, tank, stump or pit that is prospective point of danger. അപകട സാധ്യതകൾ കൂടുതലുള്ള സ്ഥലങ്ങള്, അത് വലിയ വെസലൊക്കെ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഉരുണ്ടു വീഴാം. അതുപോലെ വലിയ വിള്ളലുകള് നമ്മളുടെ ഭിത്തിയിലോ അല്ലെങ്കിൽ ഫ്ലോറിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത്, വലിയ കുഴികള്, എന്താ പറയാ വലിയ കിടങ്ങുകൾ പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യണം അല്ലെങ്കിൽ ഫെൻസ് ചെയ്യണം എന്നാണ് സെക്ഷൻ 33 ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, 33 വരെ നമ്മൾ എടുത്തു. 20 തുടങ്ങിയാണ് എടുത്തത്. 21 നമ്മുടെ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നത്. 21 തുടങ്ങി 33 വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. 12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് പഠിച്ച് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. സോ സി യു. ഇത് എനിക്ക് അങ്ങനെ അടുത്ത ദിവസം ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് പറയും. നന്നായിട്ട് വായിച്ചിട്ട് വരാം. അതിന്റെ അടുത്ത ഭാഗം കൂടി ആ സെക്ഷൻ ബാക്കിയുള്ളത് 33 വരെ പറഞ്ഞില്ല, 5 എണ്ണം കൂടിയുള്ളൂ. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പറ്റൂലേ? ചെയ്യാൻ പറ്റുമോ? എന്നെ ഓടിച്ചു കൊടുക്കുന്ന സിഇഒ ഒക്കെ പറഞ്ഞു. ശിംഷിന പറയാൻ പറ്റൂലേ? യെസ്, അതെ, അങ്ങനെ നമുക്ക് നോക്കാല്ല. ഓരോ സെക്ഷൻ ഇനി വായിച്ച് നിങ്ങൾ എന്നോട് 34 ഉടനെ വായിച്ചിട്ട് 40 വരുള്ളൂ. അപ്പൊ 7 എണ്ണം ഒന്ന് വായിച്ച് നോക്കിയിട്ട് വരിക. എന്നിട്ട് ഞാനിങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോൾ അതൊന്ന് പറയും. ഓക്കെ, സോ സി യു. താങ്ക് യു.